ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വിഷുവൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കുറച്ച് വൈകിട്ടാണെങ്കിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ഒരു കുഞ്ഞു വിഷു സെലിബ്രേഷനാണ്. നമുക്ക് ഒരു കുഞ്ഞു സെലിബ്രേഷൻ എന്ന് പറയാനുള്ളൊരു കാരണം, നമ്മളൊരു സൗദി ബേസ്ഡ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ അവർ ഇവിടുത്തെ റീജിയണൽ ഫെസ്റ്റിവൽസിനൊന്നും നമുക്കങ്ങനെ പെർമിഷനോ അല്ലെങ്കിൽ അവർ എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് അവർ തരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓണം, ക്രിസ്മസും, അതായത് ഇൻ്റർനാഷണൽ വരുന്ന ഫെസ്റ്റിവൽസ് മാത്രമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഓണം ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണെന്നുള്ള ഡൗട്ടില്ല. അല്ല, അവിടെ നമ്മുടെ ഓഫീസിൽ കൂടുതലും മലയാളീസ് ആയതുകൊണ്ട് ഓണത്തിന് നമുക്ക് അവിടെയും ഇവിടെയും സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട്. ക്രിസ്മസ് പിന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ. അങ്ങനെ വിഷു നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് 15-ാം തീയതി ആയിരുന്നു വിഷു. 13-ാം തീയതിയാണ്. 13-ാം തീയതി ഈവനിങ്ങിലാണ് നമ്മൾ പെർമിഷൻ എടുത്തത്. നമുക്ക് പെർമിഷൻ കിട്ടിയതും അത് 2 hours പെർമിഷനാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ പെട്ടെന്നായിരുന്നു എല്ലാം ചടപടേന്നായിരുന്നു എല്ലാവർക്കും ഓരോരുത്തർ എന്ത് കൊണ്ടുവരണം എന്ന് അലോക്കേറ്റ് ചെയ്യലും. കിണ്ടി മുതൽ വിരിക്കുന്ന ഷോള് മുതൽ കിണ്ടി, ഉരുളി, നിലവിളക്ക്, താലം എല്ലാം ഓരോരുത്തർ അവരവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. കൃഷ്ണൻ എല്ലാം കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ രാവിലെ കൊണ്ടുവന്നു. എല്ലാവരും കൂടിയിട്ട് അവരവരുടേതായ കോൺട്രിബ്യൂഷൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കാരണം നമുക്ക് എല്ലാവർക്കും എമർജൻസി, ഇതിൻ്റെ ഇടയിലൊക്കെ കണിയൊരുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ എമർജൻസി വർക്കുകളും ഫോൺ കോൾസും ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും അവരവരുടെ സമയത്തിനനുസരിച്ച് എല്ലാവരും കണിയൊരുക്കുന്നതിലാണെങ്കിലും എല്ലാത്തിലും എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ, എല്ലാവരുടെയും ഒരു സിഗ്നേച്ചർ അതിലുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പേഴ്സണലി. കാരണം ഞാനൊരു HR ആണ്. എൻ്റെ കുട്ടികൾ യൂണിറ്റിയോട് കൂടി ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. കാരണം ഇതൊരു ചെറിയ കാര്യമാണ് കണിയൊരുക്കുന്നത്, പക്ഷേ ഒരു യൂണിറ്റി, എന്ത് ചെറിയ കാര്യത്തിലും ഒരു യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളത് വളരെ ദുർലഭമായി അല്ലെങ്കിൽ വളരെ റെയറായി സംഭവിക്കുന്നതാണ്. കാരണം എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകൾ യൂണിറ്റിയോട് കൂടി വന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത്, നമ്മുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു യൂണിറ്റി, നമ്മളുടെ ഹാപ്പിനെസ്സും അതൊക്കെ കാണിക്കാം. വിഷു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തും സമൃദ്ധിയും ഒക്കെ കാണിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാത്തിനും കൂടെ നിന്നു. അതിൻ്റെ ഒരു എഫേർട്ടാണ് നിങ്ങൾ കണ്ട ഈ ചെറുതായിട്ടാണെങ്കിലും ആ വിഷുക്കണി. പിന്നെ ഇത് ഫോട്ടോ സെഷനാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാണെങ്കിലും വിഷു ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഫോട്ടോ മസ്റ്റാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇവരിപ്പോൾ ഇതാ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ബിസിയാണ്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് സദ്യയൊന്നുമില്ല, പക്ഷെ നമ്മളൊരു പായസം അറേഞ്ച് ചെയ്തിരുന്നു. എനിക്ക് പക്ഷേ അതിനൊന്നുള്ളൊരു ടൈം കിട്ടിയില്ല. കാരണം എനിക്ക് നാട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഇറങ്ങി. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിലെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളം പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ആഘോഷങ്ങൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വിഷു അതിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്